Good morning, all. Today we are going to discuss the topic types and structure of the trade union. ട്രേഡ് യൂണിയൻ എന്ന് മുതലാണോ ഉണ്ടായിട്ടുള്ളത് അന്ന് മുതൽ തന്നെ അതിന് പല തരത്തിലുള്ള ഫോംസും സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഓൺ ദി ബേസിസ് ഓഫ് ദി പേർപ്പസ് ഫോർ വിച്ച് യൂണിയൻസ് ആർ ഫോംഡ്. സെക്കൻഡ് ദ വേരിയേഷൻ ഇൻ ദി കമ്പോസിഷൻ ഓഫ് ദർ മെമ്പർഷിപ്പ്. അപ്പം ട്രേഡ് യൂണിയൻസിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ടൈപ്സ് ഒക്കെ വിവിധ തരത്തിലുണ്ട്. അത് തുടങ്ങിയ കാലം മുതൽ തന്നെ പല രീതിയിലാണ് ഫോമായി വരുന്നത്. അപ്പോൾ അതൊക്കെ കൂടെ കൺസിഡർ ചെയ്താൽ നമുക്കതിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ അതിൻ്റെ പർപ്പസ്, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് അത് ഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ബേസിൽ, ദാറ്റ് ഈസ് ദ പേർപ്പസ് ഫോർ വിച്ച് യൂണിയൻസ് ആർ ഫോംഡ്, ഫസ്റ്റ് കാറ്റഗറി. സെക്കൻഡ് ദ വേരിയേഷൻ ഇൻ ദി കോമ്പോസിഷൻ ഓഫ് ദർ മെമ്പർഷിപ്പിലുള്ള ഡിഫറൻസസ്, അതായത് ആരൊക്കെയാണ് ഒരു ട്രേഡ് യൂണിയനിൽ മെമ്പേഴ്സായിട്ട് വരുന്നത് എന്നുള്ളതിനനുസരിച്ചും നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് യൂണിയൻസിനെ ക്ലാസിഫൈ ചെയ്യാം. First, union classification according to the purpose. Under this, union can be classified into two categories. First one, reformist, and second one, revolutionary. അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിലായിരുന്നു ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു പേർപ്പസും പിന്നെ അതിൻ്റെ മെമ്പർഷിപ്പിൽ വരുന്ന വേരിയേഷൻസിനനുസരിച്ചും. ഇപ്പം നമ്മൾ പറയുന്നത് അക്കോർഡിംഗ് ടു പേർപ്പസ്, എഗെയിൻ നമുക്ക് രണ്ട് തരത്തിൽ യൂണിയൻസിനെ ക്ലാസിഫൈ ചെയ്യാം, റിഫോമിസ്റ്റും റവല്യൂഷണറി. റിഫോമിസ്റ്റ് യൂണിയൻ, ഈ റിഫോമിസ്റ്റ് യൂണിയൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, റിഫോം അതായത് ഒരു പുതിയൊരു കൺസെപ്റ്റ് പോലെ ഓൾറെഡി ഉള്ള സിസ്റ്റത്തിനെ ഒരു ഡിസ്ട്രക്റ്റ് ചെയ്യുക, അതിലൊരു അടിമുടി മാറ്റം അങ്ങനെയൊന്നും അവർ ഉദ്ദേശിക്കുന്നില്ല. അതായത് ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റത്തിൽ മൊത്തത്തിലൊരു അഴിച്ചുപണി കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമൊന്നുമില്ല. പക്ഷേ ആ ഒരു സിസ്റ്റത്തിലും അവരുടെ എംപ്ലോയീസിന് അല്ലെങ്കിൽ ആ ട്രേഡ് യൂണിയനിൽ മെമ്പേഴ്സായിട്ടുള്ള വർക്കേഴ്സിൻ്റെ ഒരു വെൽബീയിങ്, അതാണ് റിഫോമിസ്റ്റ് യൂണിയൻസ് ഉദ്ദേശിക്കുന്നത്. രണ്ട് തരത്തിലുണ്ട്, ബിസിനസ് യൂണിയനിസം, സെക്കൻഡ് ഫ്രണ്ട്ലി ഓർ അപ്ലിഫ്റ്റ് യൂണിയനിസം. അതിൽ ബിസിനസ് യൂണിയനിസത്തിൽ അവരങ്ങനെ ഫിനാൻഷ്യൽ മോട്ടീവിലൊന്നും വല്ലാതെ സ്ട്രെസ് ചെയ്യുന്നില്ല. അവരെന്താണ്, കളക്റ്റീവ് ബാർഗെയിനിങ്, അതായത് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് അവർ ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് സംസാരിച്ച് നേടിയെടുക്കുക എന്നുള്ളത്. ഒരുമിച്ച് പോയി സംസാരിക്കുക എന്നുള്ളതല്ല, കളക്റ്റീവായിട്ട് എല്ലാവരും കൂടെ ഒരു ലീഡർ പ്രതിനിധിയായിട്ട് പോയിട്ട് അപ്പോൾ കൂടുതൽ അതിന് പ്രാധാന്യം കിട്ടും. ആ ഒരു രീതിയിൽ കൊണ്ടുവരുന്നതാണ് ബിസിനസ് യൂണിയനിസം. ദേ ആർ ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം അതർ റിഫോമിസ്റ്റ് വിച്ച് ട്രൈ ടു ബ്രിങ് ഇക്കണോമിക് അഡ്വാൻറ്റേജ് ടു ദർ മെമ്പേഴ്സ്. വെറും എക്കണോമിക് അഡ്വാൻറ്റേജിൽ മാത്രം അല്ല ഫോക്കസ് ചെയ്യുന്നത്. യൂണിയൻസ് ദാറ്റ് ആർ മെയിൻറ്റെയിൻഡ് പ്രൈമർലി ടു റെപ്രസെൻറ്റ് ദി വർക്കേഴ്സ് ഇൻ കളക്റ്റീവ് ബാർഗെയിനിങ് വിത്ത് ദി എംപ്ലോയീസ്. കളക്റ്റീവ് ബാർഗെയിനിങ്, ഒരുമിച്ച് പറഞ്ഞ കാര്യങ്ങൾ നേടുന്നതിനെയാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് വരുന്നത് ഫ്രണ്ട്ലി ഓർ അപ്ലിഫ്റ്റ് യൂണിയനിസം. അത് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിലൊരു സോഷ്യൽ ആൻഡ് ഇൻ്റലക്ച്വൽ ആ ഒരു ലെവലിലേക്കൊക്കെ ഉള്ള ഒരു അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ട്രേഡ് യൂണിയൻസാണ്. അതായത് അതിൽ ട്രേഡ് യൂണിയനിൽ മെമ്പേഴ്സായിട്ടുള്ള ആളുകളുടെ എന്താ പറയുക, അവരുടെ ഇൻ്റലക്ച്വൽ ആൻഡ് സോഷ്യൽ ലൈഫ് ഓഫ് ദി വർക്കേഴ്സ് ആൻഡ് അഡ്വക്കേറ്റ് ഐഡിയലിസ്റ്റിക് പ്ലാൻസ് ഫോർ സോഷ്യൽ റീജനറേഷൻ. They emphasize such other consideration as education, health, insurance, etc. അപ്പോൾ ഇതിൽ വരുന്ന മെമ്പേഴ്സിൻ്റെ അവരുടെ കുട്ടികളുടെ എഡ്യൂക്കേഷന്, അവരുടെ ജീവിത സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഹെൽത്ത്, ഇൻഷുറൻസ്, ഈ കാര്യങ്ങളിലൊക്കെ ഈ കാര്യങ്ങളിലൊക്കെ എംഫസൈസ് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ട്രേഡ് യൂണിയൻസാണ് ഫ്രണ്ട്ലി ഓർ അപ്ലിഫ്റ്റ് യൂണിയനിസം. ട്രേഡ് യൂണിയൻസ് അക്കോർഡിംഗ് ടു പേർപ്പസിൽ സെക്കൻഡ് കാറ്റഗറിയാണ് റവല്യൂഷണറി യൂണിയൻസ്. റവല്യൂഷണറി യൂണിയൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിന് അപ്പാടെ ഒരു മാറ്റലാണ്. കാരണം ആ ഒരു സിസ്റ്റത്തിനെ ഡിസ്ട്രോയ് ചെയ്ത് വർക്കേഴ്സിന് അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിന് കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന വേറൊരു സിസ്റ്റമാണ് വേണ്ടത് എന്നുള്ളൊരു ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് റവല്യൂഷണറി യൂണിയൻസ്. അപ്പോൾ തൊഴിലാളികളുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഈ ഒരു സിസ്റ്റം പറ്റില്ല, ഇത് മാറ്റി പുതിയൊരു സിസ്റ്റം കൊണ്ടുവരണം എന്നുള്ളതാണ് അവരുടെ കൺസെപ്റ്റ്. അതിൽ വരുന്ന ഫസ്റ്റ് കാറ്റഗറിയാണ് അനാർക്കിസ്റ്റ് യൂണിയൻസ്. അനാർക്കിസ്റ്റ് യൂണിയൻസ് എന്ന് പറഞ്ഞാൽ the unions which try to destroy the existing economic system by revolutionary means called anarchist union. ഈ ഒരു സിസ്റ്റം റവല്യൂഷണറി വിപ്ലവത്തിലൂടെയൊക്കെ എന്ത് ചെയ്യുക, ഓൾറെഡി ഉള്ള സിസ്റ്റം നശിപ്പിച്ചിട്ട് ഡിസ്ട്രോയ് ചെയ്തിട്ട് പുതിയൊരു സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളതിനെയാണ് അനാർക്കിസ്റ്റ് യൂണിയൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ
പ്രസൻറ്റ് വേൾഡിൽ അങ്ങനത്തെ ഒരു സിനേറിയോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫോം ഓഫ് ട്രേഡ് യൂണിയൻസ് ഇല്ല. സെക്കൻഡ്, പൊളിറ്റിക്കൽ യൂണിയൻസ്. ഇവിടെ ട്രേഡ് യൂണിയൻ്റെ ആശയങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ ആ ഒരു രീതിയിൽ തന്നെയാണ്, പക്ഷെ അവർ പൊളിറ്റിക്കൽ പവർ ആയിരിക്കും, പൊളിറ്റിക്കലി ആയിരിക്കും അവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നുണ്ടാവുക. ദ യൂണിയൻസ് വിച്ച് ഗെയിൻസ് പവർ ത്രൂ പൊളിറ്റിക്കൽ ആക്ഷൻ കോൾഡ് പൊളിറ്റിക്കൽ യൂണിയൻസ്. The main function of such union is to eliminate the power of capital and capitalist. മുതലാളിമാരുടെ പവർ കുറയ്ക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ആൻഡ് റീഡിസ്ട്രിബ്യൂട്ടിംഗ് വെൽത്ത് ആൻഡ് ഗിവിങ് ഇഫക്റ്റീവ് പവർ ടു വർക്കേഴ്സ്. അതായത് മുതലാളിമാരിൽ ക്യാപിറ്റൽ ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നത് ഒഴിവാക്കിയിട്ട് ക്യാപിറ്റലിൻ്റെ റീഡിസ്ട്രിബ്യൂഷൻ പോസിബിൾ ആക്കിയിട്ട് പിന്നെ ഇഫക്റ്റീവ് പവർ വർക്കേഴ്സിന് ഇഫക്റ്റീവ് പവർ എത്തിക്കുക എന്നുള്ളതാണ് ഈ പൊളിറ്റിക്കൽ യൂണിയൻസിൻ്റെ മോട്ടോ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ്, യൂണിയൻ ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് സ്ട്രക്ചർ. അപ്പം നമ്മൾ ആദ്യം 2 കാറ്റഗറി ഉണ്ട് എന്ന് പറഞ്ഞു, അക്കോർഡിംഗ് ടു പേർപ്പസും അക്കോർഡിംഗ് ടു ഓൺ ദ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് സ്ട്രക്ചറും. അതിൽ പർപ്പസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. സെക്കൻഡ് മെയിൻ കാറ്റഗറിയാണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് സ്ട്രക്ചർ. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ക്രാഫ്റ്റ് യൂണിയൻ ആണ്. It is an organization of workers employed in a particular craft and trade or in a single or few occupations. Such organization link together those workers who have similar skills, craft training and specialization, aiming to safeguard their interest. ക്രാഫ്റ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കരകൗശലം എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ഒരു കാര്യം ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ലേ. ഫോർ എക്സാമ്പിൾ നമുക്ക് നെയ്ത്തുകാരുടെ ഒരു യൂണിയൻ, നെയ്ത്ത് ജോലി ചെയ്യുന്ന വീവേഴ്സ് ഉണ്ടല്ലോ, നെയ്ത്ത് ചെയ്യുന്ന. അപ്പോൾ അവിടെ അവരുടെ ആ ഒരു ജോലി ചെയ്യുന്ന ആളുകൾ മാത്രം എന്ത് ചെയ്യുക, അവരൊന്ന് ഒത്തുചേർന്നിട്ട് അവരുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു യൂണിയൻസ് ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് എന്ത് പറയാം, ക്രാഫ്റ്റ് യൂണിയൻ എന്ന് പറയാം. സെക്കൻഡ്, ഇൻഡസ്ട്രിയൽ യൂണിയൻ. It is an organization of workers which links all craftsmen and skilled workers in any industry. It is organized upon the industry-wise basis rather than craft-wise basis. നമ്മൾ ഫസ്റ്റ് ക്രാഫ്റ്റ് യൂണിയനിൽ ഒരു പ്രത്യേക ജോലി സ്കില്ല് അതിൻ്റെ ബേസിലായിരുന്നു ആളുകൾ യൂണിയൻ ആയിട്ടുണ്ടായിരുന്നത്. സെക്കൻഡിൽ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും കൂടെ ഒരു യൂണിയൻ ഫോം ചെയ്യണം. അവിടെ ക്രാഫ്റ്റിലല്ല ഫോക്കസ് വരുന്നത്, എന്താണ്, ഇൻഡസ്ട്രിയിലാണ്. ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആ ഇൻഡസ്ട്രിയിൽ ചിലപ്പോൾ 3-4 തരത്തിലുള്ള ക്രാഫ്റ്റ് വർക്കേഴ്സൊക്കെ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് എന്ത്, ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയാം. നമ്മൾ നേരത്തെ നെയ്ത്ത് പറഞ്ഞു, ഇവിടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരും, ടെക്സ്റ്റൈൽ ഷോപ്പിൽ ടെക്സ്റ്റൈൽസിൽ എന്താ പറയുക ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും വരും, നെയ്ത്തുകാർ മാത്രമൊന്നുമല്ല, ബാക്കി അവിടുത്തെ വർക്ക് ചെയ്യുന്ന ആളുകളും ഒക്കെ അതിൽ വരും. അതാണ് ഇൻഡസ്ട്രിയൽ യൂണിയൻ. Third one, staff union. The term staff union is popularly used to both craft and industrial union. It is organized the workers on the basis of craft working in same industry. അതായത് ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു വിഭാഗം ആ ഒരു ഇൻഡസ്ട്രീൻ്റെ ബേസിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്നുള്ള ബേസിലൊരു യൂണിയൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കതിനെ സ്റ്റാഫ് യൂണിയൻ എന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ ക്രാഫ്റ്റ് യൂണിയൻ എന്ന് പറഞ്ഞതും ഇതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ക്രാഫ്റ്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു ക്രാഫ്റ്റിലുള്ള എല്ലാ ഇൻഡസ്ട്രിയിലുള്ള ആളുകളും വരും. ഇതിൽ പറയുന്നത് എന്താണ്, സ്റ്റാഫ് യൂണിയൻ ഒരു ഇൻഡസ്ട്രിയിലുള്ള ഒരു ക്രാഫ്റ്റ് മാത്രം. തേർഡ്, ജനറൽ യൂണിയൻ. It is an organization which covers various industries and laborers having different skills. They have numerical superiority, for they are open to all classes of workers and this is the source of the strength. General union എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സ്പെസിഫിക്കേഷൻസ് ഒന്നുമില്ല, എല്ലാവരും വർക്കേഴ്സ് ആയാൽ മാത്രം മതി, എല്ലാ വർക്കേഴ്സിനും കൂടെ ഒരു യൂണിയൻ എന്നുള്ള കൺസെപ്റ്റാണ്. ഇവർക്കാണ് എന്തുണ്ടാവുക, ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി. ദാറ്റ് മീൻസ് ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടാവുക, ബിക്കോസ് ദേ ആർ ഓപ്പൺ ടു ഓൾ ക്ലാസ്സസ് ഓഫ് വർക്കേഴ്സ് ആൻഡ് ദിസ് ഈസ് ദ സോഴ്സ് ഓഫ് ദർ സ്ട്രെങ്ത്ത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മെമ്പർഷിപ്പിൻ്റെ ബേസിൽ വരുന്ന കാറ്റഗറീസ്.